ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമുക്ക് ബ്രെഡ് റോളിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇറച്ചിയുടെയും മുട്ടയുടെയും ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. എല്ലാം കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് നോക്കുക. എരിവ് ഉപ്പുമൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. ബ്രെഡിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം വലിപ്പം വരാൻ പാടില്ല, ചെറുതായിട്ട് തന്നെ ഉരുട്ടി വയ്ക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. 4 വശവും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുക്കിയെടുക്കാം. കുറച്ച് നേരം ഇട്ടൊന്നും വയ്ക്കരുത്, ഒന്ന് മുക്കി അപ്പം തന്നെ എടുക്കുക. കൈവെള്ളയുടെ ഇടയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് പോകണം. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമ്മുടെ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മൂടിയെടുക്കാൻ പറ്റില്ല. ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഉരുട്ടി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഫില്ലിങ് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രെഡ് പീസ് എടുത്ത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എല്ലാം ക്ലോസ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അകത്തോട്ട് എണ്ണ കയറും. അപ്പോൾ അത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എണ്ണ കൂടുതൽ പിടിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് തവി വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൈ കൊണ്ടാണ് ഇടുന്നതെങ്കിൽ സൂക്ഷിച്ചിടുക കേട്ടോ. താഴെ ഒന്ന് ഓറഞ്ച് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട ഭാഗവും ഇതുപോലായി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. വറുത്ത് കോരിയിട്ട് ഇതേപോലത്തുള്ള മെറ്റലിൻ്റെ അരിപ്പയിലും എല്ലാം ഇട്ട് വയ്ക്കുക. പേപ്പറിലൊന്നും ഇട്ട് വയ്ക്കരുത്, എന്നാൽ പെട്ടെന്ന് തണുത്ത് പോവും. ഇങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ തോർന്ന് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അപ്പം ഇഫ്താറിനൊക്കെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡ് റോളാണ്. ഇതിൻ്റെ കൂടെ സോസും മയണൈസും കൂടെ വിളമ്പോൾ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.